യൂസുഫ് കർലാവി ലോകത്തോട് വിട പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളോട് ചിലർക്ക് വിയോജിപ്പുണ്ടാകാം, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു ചെറിയ അടിക്കുറിപ്പ് കൊടുത്തു. ഒരു അടിക്കുറിപ്പ്. എന്തായിരുന്നു ആ ഫോട്ടോ എന്നറിയോ? 60 നിലയോളം അല്ലെങ്കിൽ 70 നിലയോളമുള്ള ഉയർന്ന ബിൽഡിങ്ങിന്റെ വാർപ്പ് നടക്കുകയാണ്. അതിൽ നിന്ന് ഇങ്ങനെ തെറിച്ചു നിൽക്കുന്ന വലിയ ഒരു ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രെയിൻ, ആ ക്രെയിനിന്റെ തലപ്പത്ത് നിന്ന് നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. 10-60 നിലയുള്ള ബിൽഡിങ്ങിന്റെ വാർപ്പ് നടക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങാൻ പറ്റാതെ നിസ്കാരം ഒഴിവാക്കാത്ത ഒരു ചെറുപ്പക്കാരൻ അതിന്റെ തലപ്പത്ത് നിന്ന് ഇങ്ങനെ നിസ്കരിക്കാൻ അതിന് അദ്ദേഹം കൊടുത്ത അടിക്കുറിപ്പ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ നിസ്കാരത്തിന് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് 2 ഹറമൈനാണ്. ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, മറ്റൊന്ന് മസ്ജിദുൻ നബവിയാണ്. ഇതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അള്ളാഹു ഇദ്ദേഹത്തിന് ഇത് കൊടുത്തേക്കാം. കാരണം അദ്ദേഹം ചെയ്യുന്ന അത്രയും വലിയ കർമ്മമാണ്. അതിന്റെ അർത്ഥത്തിനെ കുറക്കല്ല, ഇതേപോലെ പ്രതിഫലം കൊടുക്കുന്ന ഒരു പരിപാടിയാണത്. ഇത്രയും സൂക്ഷ്മതയോടുകൂടി ആ സമയത്ത് ഗൗനിച്ചുകൊണ്ട് നിസ്കരിക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ റൊണാൾഡോനെ പറഞ്ഞത്, വയസ്സന്മാർക്ക് ചിലപ്പം തോന്നുന്നു ഇയാളെന്താ റൊണാൾഡോനെ പറഞ്ഞെന്ന്. റൊണാൾഡോനെ പറയുന്നത് റൊണാൾഡോന്റെ ഇന്റർനാഷണൽ കളിക്കാരനായ കൂട്ടുകാരനെ നിസ്കാരം ആയ സമയത്ത് ഉണർത്തുന്ന ആളാ റൊണാൾഡോ എന്നാ ഞാൻ പറഞ്ഞത്. അത്രയും വലിയ ആൾക്കാർക്ക് വരെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ കളിച്ചടക്കണ കുട്ടികൾക്ക് എന്താ അതൊക്കെ ഒന്ന് ചെയ്താലെന്നാ ഞാൻ പറയുന്നത്. അല്ലാതെ റൊണാൾഡോനെ പറയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞതിന്റെ സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയും ഉണ്ടാകരുത്. കല്യാണത്തിനാണ് പോണത്, നമ്മൾ വിചാരിക്കണം അവിടെ എത്തിയാൽ ളുഹ്ർ നിസ്കരിക്കാൻ അവിടെ സമയമില്ല എന്നുണ്ടെങ്കിൽ ളുഹ്ർ നിസ്കരിച്ചിട്ടാണ്ട് പോയാൽ മതി. നിസ്കരിക്കാൻ അവിടെ സമയം കിട്ടും, സന്ദർഭം കിട്ടും, സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ മുമ്പ് പോകേണ്ടത് നമ്മളാണ് തീരുമാനിക്കുക. അങ്ങനെ എപ്പോഴും അള്ളാഹുവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളായി നമ്മൾ മാറുക. ദൂര സ്ഥലങ്ങളിലാണ് പോകുന്നതെങ്കിൽ കിലോമീറ്ററുകളൊക്കെ ഒത്തുവന്നാൽ നമുക്ക് ജമ്മും കസറുമാക്കാം. അതിന്റെ നിയമങ്ങൾ പാലിക്കുക. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങള്? നമ്മുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഉസ്താദുമാര് എന്ന് പറഞ്ഞാൽ മാഷാ അല്ലാ പള്ളിയിൽ മാത്രം കഴിയുന്നതുകൊണ്ട്, പള്ളിക്ക് പോയിട്ട് ആൾക്കാർ നിസ്കരിക്കാനും ചെല്ലുന്നതുകൊണ്ട്, നമ്മളെപ്പോലെയുള്ള ദീനുമായി ബന്ധപ്പെട്ട ചെറിയ ഞങ്ങളൊക്കെ ചെറിയ ആൾക്കാരാണ്. വലിയ ഉസ്താദുമാർക്കൊക്കെ തോന്നല് എല്ലാവരും നല്ല ഉഷാറാണെന്നാണ്. കാരണം അവർ അവിടുന്ന് പോരുന്നില്ലല്ലോ. നേരെ മറിച്ചിട്ട് കല്യാണത്തിനും വിരുന്നിനൊക്കെ കൂട്ടക്കലശമായി കരുതുന്നവർക്കറിയാലോ. നമ്മുടെ കുടുംബത്തിലെ പല ആൾക്കാരും നിസ്കരിച്ചിട്ടുണ്ടാവില്ല, അതായിട്ടുണ്ടാവില്ല. അപ്പോഴേക്ക് ഗാനമേള തുടങ്ങിയിട്ടുണ്ടാവും. ഗാനമേളന്റെ പാട്ട് അടക്കുമ്പോൾ പിന്നെന്താ പറയാ, IDR സ്റ്റാർ സിംഗർ പാടുമ്പോൾ പിന്നെ അസ്ർ നിസ്കാരം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. ഞാൻ പറയുന്നത് ഒരു പഴഞ്ചൻ രീതിയിലുള്ള സംസാരമല്ല, ആധുനിക കാലഘട്ടത്തിന് വ്യതിരിക്തിക്കൊണ്ട് പറഞ്ഞോട്ടെ. ഇനി നിങ്ങൾ അതിന്റെ മറുവശം ഒന്ന് പഠിച്ചോ. എന്ന് വെച്ചാൽ ഇപ്പോ എന്നെ എങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടത് എന്ന് വെച്ചാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് വിട്ടത് ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ വലിയ ബിസിനസ്സുകാരനാണ് കാസർഗോട്ടിലെ. അദ്ദേഹം പറയാം, മെഡിറ്റേഷൻ ചെയ്താൽ എന്താ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, മോനെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ, ഞാൻ NLPയുടെ മെഡിറ്റേഷനിൽ അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്, ട്രാൻസാക്ഷണൽ അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എറിക്സോണിയൽ ഹിപ്നോസിസ് തെറാപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, സോഷ്യൽ ലെവലിലുള്ള പല തെറാപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സൈക്കോളജിക്കൽ ടിപ്പിനേക്കാളും തെറാപ്പിയേക്കാളും ഏറ്റവും സ്ട്രോങ് രാത്രിയിലെ 2 റക്അത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കിടന്ന് കരയുന്ന അത്ര, നല്ല സന്തോഷത്തോടെ ശുക്ർ ചെയ്യുന്ന അത്ര വലിയ ഒരു മെഡിറ്റേഷൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ യഥാർത്ഥ മെഡിറ്റേഷൻ, ഇന്ന് ലോകത്തിൽ മുഴുവൻ ആൾക്കാർ അതിലേക്ക് തിരിയാണ്. നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ പോയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിനേഴ്സിനെ കുറിച്ച് പഠിക്കുക. ഇവിടെ എന്നെ കുറിച്ചിട്ടും പറഞ്ഞത് ഇന്റർനാഷണൽ ട്രെയിനർ എന്നൊക്കെയാണല്ലോ. നമ്മൾ പല രാജ്യത്തിലും പോകാറുണ്ട് ക്ലാസ്സുകൾ എടുക്കാൻ. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് വലിയ ആൾക്കാരെ നിങ്ങളൊന്ന് പോയി നോക്കുക. അവരാകെ ചെയ്തു കൊടുക്കുന്നത് മെഡിറ്റേഷനാണ്. നമ്മൾ ഈ ദീനൊരു പഴഞ്ചനായിട്ട് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നഊദു ബില്ലാഹ്. എന്നാൽ അൾട്രാ മോഡേൺ ആയിട്ട് ബിസിനസ്സിലൊക്കെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തുന്ന ലോകത്തിലെ വലിയ കമ്പനികൾ നടപ്പിലാക്കുന്ന ആൾക്കാർ ഈ മെഡിറ്റേഷൻ തേടിയിട്ട് പോവാണ്. എന്താ മെഡിറ്റേഷൻ? ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ട് ഒരു പ്രത്യേക ദിശയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ചു നേരം നിശബ്ദമായി ഇരുന്നിട്ട് നമ്മളിൽ എനർജി കൂട്ടുന്നതിന്റെ പേരാണത്. അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലല്ലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? നിസ്കാരം ഇങ്ങനെ ഒരു പോക്കാണ്. അനസ് റളിയല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഹജ്ജുദിനെ കുറിച്ച് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കാരം ഒരു സാ അഥവാ 1 മണിക്കൂർ നീണ്ട നിസ്കാരമായിരുന്നു. അങ്ങനെ ആരാ തഹജ്ജുദ് നിസ്കരിക്കണവര്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസം 2 റക്അത്ത്, ചില ദിവസം 4 റക്അത്ത്, ചില ദിവസം 8 റക്അത്ത് എന്നൊക്കെ പറഞ്ഞത് ഈ 2 റക്അത്ത് തന്നെ അത്രയും നീളുന്നതുകൊണ്ടാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഒരു ദിവസം ഞാൻ പിന്നിൽ നിന്നു, അവസാന കാലഘട്ടമാണ്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ റക്അത്തിൽ അൽ ബഖറ ഓതി, അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള സൂറത്ത് ഓതി. അവസാനം ഞാൻ കുട്ടിയല്ല, എനിക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ സുജൂദ് പോയി. സുജൂദിൽ കുറേ നേരം സുജൂദ്, കരഞ്ഞുകൊണ്ട് സുജൂദ്. അവസാനം എനിക്ക് നിൽക്കാനും ഇരിക്കാനും സുജൂദ് ചെയ്യാനും കഴിയാത്തതുകൊണ്ട് ഞാൻ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോന്നു എന്ന് അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാ റസൂലുള്ളാഹിയുടെ നിസ്കാരം. അങ്ങനെ നമുക്ക് കഴിയില്ലെങ്കിലും എന്തേ നമുക്കൊരു 20 മിനിറ്റ്, അരമണിക്കൂർ നീളുന്ന ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ, ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ എന്താണ്? എല്ലാ നിസ്കാരം അങ്ങനെ നീട്ടാൻ, ളുഹുറും അസ്റും നീട്ടാനൊന്നും പാടില്ല. 3 വട്ടം മാത്രമേ സുബ്ഹാന റബ്ബിയൽ അലീമും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിയൊക്കെ പറയാൻ പാടുള്ളൂ. പക്ഷേ ഒരു സുന്നത്ത് നിസ്കാരം നിങ്ങൾ അങ്ങനെ ഒന്ന് നീട്ടി നിസ്കരിച്ചു നോക്ക്. കുടുംബത്തിൽ ഇനി അതൊക്കെയാ വരേണ്ടത്. ആത്മസംതൃപ്തിയുടെ ലോകം വരണം, അള്ളാഹുവോടുള്ള സ്നേഹം വരണം. അത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളതിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. ഏകനായ അള്ളാഹുവോടുള്ള സ്നേഹം മാത്രമായി നമ്മുടെ സ്നേഹം മുഴുവനും ബാക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ കൂട്ടത്തിൽ ആരാധനയില്ലാതെ ആത്മജ്ഞാനത്തിന്റെയും ആത്മപരമാനന്ദത്തിന്റെയും ഏറ്റവും വലിയ സ്നേഹം നിൽക്കേണ്ടത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഏതുപോലെ നമ്മൾ സ്നേഹിക്കണമെന്നറിയോ? ഉഹുദിന്റെ രണാങ്കണം നടക്കുന്നു. ആ രംഗം വെറുതെ ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കുക. വ്യക്തികളെ സങ്കല്പിക്കരുത്. ഒരു വലിയ മരുഭൂമി, അതിലാകട്ടെ വലിയ മലയാണ്. സൗദി അറേബ്യ കണ്ട ഏറ്റവും ഉയരം കൂടിയ മല, ജുഹ്ഫ കുന്നിനേക്കാളും വലിയ മല. ആ മല ഇന്നും കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. അതിനെയാണ് ഉഹുദ് മല എന്ന് പറയുക. ആ ഉഹുദ് മല നിൽക്കുന്ന ഭാഗത്തിന്റെ താഴ്വാരത്തിലൂടെ അബൂ ദുജാന റളിയല്ലാഹു തആല ഓടുകയാണ്. ഏതാ ഓട്ടം? വെറുതെ ഓടുന്നതല്ല. ഉഹുദിന്റെ രണാങ്കണം നടന്നു. എല്ലാവരും ഛിന്ന ഭിന്നമായി ഓടിപ്പോവാണ്. ഉഹുദ് എന്ന് പറഞ്ഞ മദീനത്തിന്റെ ഭാഗമാണ്. മക്കത്ത് നിന്ന് 484 കിലോമീറ്റർ ഇങ്ങോട്ട് താണ്ടിയിട്ടാണ് ഇവർ യുദ്ധത്തിന് വന്നത്. ശത്രുപക്ഷക്കാർ 480 കിലോമീറ്റർ വന്നവർക്കെതിരെ, അല്ലെങ്കിൽ 450ഓളം കിലോമീറ്റർ റോഡ് സൈഡിലൂടെ പോകുമ്പോ, അത്രയും കിലോമീറ്ററുകൾ താണ്ടി വരുമ്പോ ആ വന്ന ആളുകളെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഛിന്ന ഭിന്നമായി ഓടേണ്ടി വന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു. നഊദു ബില്ലാഹ് എന്നൊരാൾ വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദ, ഞാനിതാ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുപക്ഷത്തിലെ ആള് വിളിച്ചു പറയാണ്. ശത്രുപക്ഷത്തിലെ ആള് വിളിച്ചു പറയുമ്പോ അബൂ ദുജാന റളിയല്ലാഹു തആല ഓടുകയാണ്. ഓടി ഇങ്ങനെ കാണുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നതാണ്. ഉടനെ തന്നെ ഓടുമ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ 2 അമ്പും കൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ചിട്ട് അമ്പയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ശത്രുവിനെയാണ് കാണുന്നത്. അബൂ ദുജാന റളിയല്ലാഹു തആല ഓടിച്ചെന്നങ്ങണ്ട് കെട്ടിപ്പിടിക്കാൻ. ഈ കെട്ടിപ്പിടിക്കലിന്റെ മുമ്പേ ഒരു രംഗം നിങ്ങളോട് നമുക്ക് പറയാനുണ്ട്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ വിരലിങ്ങനെ പിടിച്ചിട്ട്, കൈ ഇങ്ങനെ പിടിച്ചിട്ട് അബൂ ദുജാന റളിയല്ലാഹു തആല ചോദിക്കാണ്, ഈ കൈ എത്ര ഭാഗ്യം ചെന്ന കൈയാണ്, ഈ കൈ പിടിച്ചോണ്ടല്ലേ എപ്പോഴും നടക്കുന്നത്, നിങ്ങളുടെ തോളത്ത് കൈയിട്ടുകൊണ്ടല്ലേ എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിച്ചു, അബൂ ദുജാന നിങ്ങൾക്ക് എന്താ വേണ്ടത്? അബൂ ദുജാന റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ആലിംഗനം ചെയ്യാൻ എനിക്ക് മോഹമുണ്ട്, ഒന്ന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് മോഹമുണ്ട് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ എന്ന്. ആ തൗഫീഖായി കാണുന്നത് ഉഹുദിന്റെ രണാങ്കണത്തിൽ രക്തം കൊണ്ട് ഇങ്ങനെ ഒലിച്ചു നിൽക്കുന്ന ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്നിട്ടൊന്നാണ്ട് കെട്ടിപ്പിടിച്ചിട്ട് വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? പറഞ്ഞ വാക്ക് അമ്പെയ്യുന്നവരെ എയ്തുകൊള്ളുക, ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്നാണ്. അങ്ങനെ അമ്പെയ്യുന്നവരെ എയ്തുകൊണ്ടേയിരുന്നു. ആവനാഴിയിലെ അമ്പ് തീരുന്നത് വരെ അബൂ ദുജാന റളിയല്ലാഹു തന്നെ ഏറ്റുവാങ്ങാൻ, വീഴാതിരിക്കാൻ ഉസ്സാസമെ അണഞ്ഞൂട്ടി പിടിച്ചിട്ടുണ്ട്. കൈകൾ തളരുന്നുണ്ട്, കാലുകൾ തളരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കാലുകളും കൈയും തളർന്നിട്ട് പോലും സത്യത്തിൽ പിടിവിട്ടില്ല. ചരിത്രം നമ്മൾ വായിച്ചു നോക്കിൻ സഹോദരന്മാരെ. അബുൽ ഹസൻ അലി അന്നദവി സാബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്, സ്വകാര്യത്തിൽ പറഞ്ഞ റസൂലുള്ളാഹിയോട്, എന്റെ ജീവൻ പോയാലും ഞാനത് വിടൂല എന്ന്. ആ സ്നേഹം നമുക്കുണ്ടാകണം. ആ സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത്.